ഗസയെ വീണ്ടും ചോരയിൽ മുക്കിയ ഇസ്രായേൽ ഭീകരതയ്ക്ക് പിന്നാലെ കരയുദ്ധം തുടങ്ങുമെന്ന് സൂചന. കരസേന ആക്രമണം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ബെയ്ത്ത് ഹാനൂൽ അടക്കം കിഴക്കൻ ഗസയിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകിയത്. ഇതിനിടെ ഗസയിൽ 100-ലേറെ യുദ്ധവിമാനങ്ങൾ നടത്തിയ സമാനതകളില്ലാത്ത കൂട്ടക്കുരുതിയിൽ കുരുന്നുകളും സ്ത്രീകളുമടക്കം 413 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 660-ലേറെ പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ കുത്തനെ ഉയരുമെന്നാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ ആശുപത്രികളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യമനിൽ അമേരിക്ക നേരിട്ട് കനത്ത വ്യോമാക്രമണം നടത്തി മണിക്കൂറുകൾക്കകമാണ് വൈറ്റ് ഹൗസിന്റെ പിന്തുണയോടെ ഗസയിലുടനീളം ഇസ്രായേൽ ബോംബുകൾ എത്തിയത്. ട്രംപ് ഭരണകൂടവുമായും വൈറ്റ് ഹൗസുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ ആക്രമണമെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് സ്ഥിരീകരിച്ചു. ഇസ്രായേലിനെയും അമേരിക്കയെയും ഭീതിയിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഹമാസും ഹൂതികളുമടക്കം വില നൽകേണ്ടി വരുമെന്നും ഗസയടക്കം നരകമാക്കി മാറ്റുമെന്നും വൈറ്റ് ഹൗസ് വക്താവ്. അതേസമയം വെടിനിർത്തൽ അവസാനിപ്പിച്ച് ആക്രമണം തുടരുന്നത് ബന്ദികൾക്ക് മരണശിക്ഷയായിരിക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ്. ഗസയിലെ കൂട്ടക്കുരുതിക്ക് അമേരിക്ക ഉത്തരവാദിയാണെന്നും അന്താരാഷ്ട്ര സമൂഹം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഹമാസ്. ഗസയിലേക്ക് ഭക്ഷണവും ഇന്ധനവും അടക്കം എല്ലാ സഹായവും 2 ആഴ്ച മുന്നേ ഇസ്രായേൽ മുടക്കിയത് ജനജീവിതം നരകതുല്യമാക്കി മാറ്റിയിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നതിനിടെയാണ് മേഖലയിൽ സംഘർഷം കൂടുതൽ വ്യാപിപ്പിച്ച് പുതിയ സൈനിക നീക്കം നടന്നത്. പൂർണ്ണ യുദ്ധവിരാമവും ബന്ദികളുടെ മോചനവും ഉറപ്പു നൽകുന്ന 2ാം ഘട്ട വെടിനിർത്തൽ നെതന്യാഹു സർക്കാരിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്ന സൂചന ശക്തമാകുന്നതിനിടെയാണ് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കി ആക്രമണമെന്ന പ്രത്യേകതയുണ്ട്. വെടിനിർത്തൽ 2ാം ഘട്ടം നടപ്പായാൽ നെതന്യാഹു സർക്കാരിന് പിന്തുണ പിൻവലിക്കുമെന്നും അതോടെ സർക്കാർ നിലംപതിക്കുമെന്നും തീവ്ര വലതുപക്ഷ കക്ഷികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗസയിലെ ആക്രമണത്തിന് തൊട്ടുപിറകെ നെതന്യാഹുവിനെതിരായ അഴിമതി കേസിൽ വിചാരണ വീണ്ടും നീട്ടിയിട്ടുണ്ട്. അതേസമയം താൽക്കാലിക വെടിനിർത്തലിനെ തുടർന്ന് പിന്തുണ പിൻവലിച്ച തീവ്ര വലതുപക്ഷ നേതാവ് ഇറ്റമർ ബെൻഗിൻ പുതിയ ആക്രമണം കണക്കിലെടുത്ത് വീണ്ടും നെതന്യാഹുവിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. യുദ്ധലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടും വരെ ആക്രമണങ്ങൾ തുടരുമെന്നും നെതന്യാഹു.